റഷ്യ യുക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ അമേരിക്കൻ ട്രൂപ്സ് റഷ്യയുടെ അയൽപ്പക്കത്ത് താവളമൊരുക്കുന്നു. റഷ്യയുടെ അയൽ രാജ്യമായ പോളണ്ടിലാണ് അമേരിക്ക മിസൈൽ പ്രതിരോധ താവളം തുറക്കുന്നത്. ആദ്യമായാണ് അമേരിക്ക സ്ഥിരമായ സൈനിക താവളം പോളണ്ടിൽ തുറക്കുന്നത്. ഇത് തങ്ങളെ ഒതുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് റഷ്യ പറഞ്ഞു. അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ റഷ്യ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. റഷ്യ പറയുന്നത് അമേരിക്ക അവരുടെ സൈനിക സാന്നിധ്യം റഷ്യൻ അതിർത്തിക്ക് അടുത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. പുതിയ അമേരിക്കൻ ബേസ് തുറന്നത് റെഡ് സിക്കോവയിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിന്റെ സമയത്ത് ആരംഭിച്ച കേന്ദ്രമാണ് ഇപ്പോൾ തുറന്നത്. ഈ പദ്ധതിയെ റഷ്യ തുടക്കത്തിലെ തന്നെ എതിർത്തിരുന്നു. ട്രംപ് അധികാരത്തിലെത്തിയതോടെ നാറ്റോ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ കുറയുമെന്ന് കരുതിയിരുന്നു. ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ ബിൽസ് പേ ചെയ്തില്ല എങ്കിൽ പ്രതിരോധ സഹായം ഉണ്ടാവില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും പറയുന്നത് ഈ ബേസിന് ഷോർട്ട് ടു ഇന്റർമീഡിയറ്റ് ബാലിസ്റ്റിക് മിസൈലുകൾ നശിപ്പിക്കാനാവുമെന്നാണ്. അമേരിക്കയുടെ ഈ നീക്കം റഷ്യയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്.